നമുക്കിന്ന് നല്ലൊരു ദിവസത്തെ കുറച്ച് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്താലോ. എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തൊട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ് പിടിക്കാനുള്ളൊരു ഓട്ടമാണ്. 7:40 ആകുമ്പോൾ എൻ്റെ സ്റ്റോപ്പിൽ കോളേജ് ബസ് വരും. പക്ഷെ ഞാൻ മിക്കവാറും ആ സമയമാകുമ്പോഴത്തേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഞാനും അച്ഛനും കൂടെ ആ ബസ് പിടിക്കാനുള്ളൊരു യുദ്ധത്തിലാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ബസ് കിട്ടി. പിന്നെ ഞാൻ നേരെ കോളേജിൽ വന്നു. ഇതാണ് എൻ്റെ ക്യാമ്പസ്, അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ്. നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തതും. കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. KG തൊട്ട് അമൃതയുടെ സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ എന്തായാലും കോളേജൊക്കെ എത്തുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അമൃതയുടെ ക്യാമ്പസ് തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത സ്റ്റോറിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി നേരെ ക്ലാസ്സിൽ പോകണം. കാരണം 9 മണിക്കാണ് ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു ഓർമ്മയിൽ ഇൻഷുറൻസ് എന്തോ ആണ് നമ്മുടെ ഫസ്റ്റ് പീരീഡ് വരുന്നത്. നമുക്ക് ഷിഫ്റ്റ് ബേസ് ആണ് ക്ലാസ് വരുന്നത്. ഈ സെമസ്റ്റർ നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെയാണ്. അതായത് ഒരു 12:30 വരെ അല്ലെങ്കിൽ ഒരു 1:30 വരെയൊക്കെയാണ് ക്ലാസ്. കഴിഞ്ഞ സെമസ്റ്റർ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായിരുന്നു. പണ്ടൊക്കെ ഞാൻ രാവിലെ തൊട്ട് 3 മണി വരെയൊക്കെ ഈ കോളേജിലിരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം എനിക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ പോലും ഇരിക്കാൻ വയ്യ. ഈ ഫസ്റ്റ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് പീരീഡിനോടൊക്കെ അടുക്കുമ്പം നമുക്ക് പതിയെ വിശന്ന് തുടങ്ങുമല്ലോ. ആ സമയത്ത് കറക്റ്റായിട്ട് ആദ്യം പായസം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം കഴിക്കലായി, കൈ കഴുകലായി, 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യലായി. അങ്ങനെ ഓരോ പീരീഡും നമ്മളിങ്ങനെ തള്ളി നീക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോ ദിവസവും മാക്സിമം 5 പീരീഡ് അല്ലെങ്കിൽ 4 പീരീഡ് അങ്ങനെയൊക്കെയാണ് ക്ലാസ് വരുന്നത്. ആകെ കൂടെ കിട്ടുന്ന 4 പീരീഡിൽ ഒരു മിസ് ആബ്സെന്റ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? എന്തോ പ്രത്യേക ഒരു സന്തോഷം കിട്ടത്തില്ലേ? അങ്ങനെ ഒരു സമയം കിട്ടിയപ്പം ഞങ്ങൾ ഇതേ പുറത്തോട്ട് നടന്നതാണ്. ക്യാൻറ്റീൻ ഫോക്കസ് ചെയ്താണ് നടന്നു തുടങ്ങിയത്. പക്ഷെ ക്യാൻറ്റീൻ വരെ എത്തിയില്ല. വഴിയിലിങ്ങനെ നിന്ന് നടന്ന് പിന്നെ കുറച്ച് നേരം നിന്ന് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയില്ല, പിന്നെ തിരിച്ച് ക്ലാസ്സിൽ പോയി. നമ്മുടെ ക്ലാസ് വരുന്നത് 3rd ഫ്ലോറിലാണ്. പക്ഷേ നമ്മുടെ കോളേജിൽ ഒരു 3-4 ലിഫ്റ്റ് എങ്ങാണ്ടുണ്ട്. അതുകൊണ്ടൊരു സമാധാനമാണ്. ഈ എപ്പോഴും ഈ 3 നില വലിഞ്ഞു കയറുന്ന എന്തൊരു പാടാ. പണ്ട് ഞാൻ ഈ കോളേജിൽ വരുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് എന്തോ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും ലിഫ്റ്റാണ്. അങ്ങനെ പിന്നെ ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരവറും കൂടെ മിസ് ക്ലാസ് എടുത്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ലഞ്ച് ബ്രേക്കായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വേണമെങ്കിൽ വീട്ടിൽ പോകാം. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഫെയർവെല്ലിൻ്റെ പരിപാടിയും ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളിപ്പം ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്തോ ഒരു അസൈൻമെൻറ്റ് വെക്കാനുണ്ടായിരുന്നു. നമ്മളാരും സത്യം പറഞ്ഞത് അറിഞ്ഞിട്ടില്ല. പിന്നെ സീതാലക്ഷ്മി പേപ്പർ കൊണ്ട് വന്നതുകൊണ്ട് എല്ലാവരും 4 സൈഡിലിരുന്ന് ChatGPT ഒക്കെ നോക്കി അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബഹളമായി കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തതാണ്. പക്ഷേ അല്ല, സീതാലക്ഷ്മിയെ കൊണ്ട് ഞാൻ പറഞ്ഞെടുപ്പിച്ചതാണ്. എനിക്ക് എന്നും വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്ലോലി ഒരു നീലക്കുയിലായിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫെയർവെല്ലിനുള്ള ഹോള് തപ്പാൻ തുടങ്ങി. സാധാരണ 2 ഹോളാണ് വരുന്നത്. ഒന്ന് ആചാര്യ ഹോളും ഒന്ന് അമൃതേശ്വരി ഹോളും. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഈ 2 ഹോളും അവൈലബിൾ അല്ല. ഈ ഹോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ഹോളാണ്. അപ്പോൾ ഡാൻസ് ഒക്കെ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പം ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യത്തില്ല. എന്തായാലും നമുക്കിനി ആ 2 ഹോളും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നേരെ ഇനി അന്നപൂർണേശ്വരി ഹോളിലോട്ട് പോവാം. ഇത് ഇവിടെ വലിയ വലിയ പരിപാടികളൊക്കെ നടത്തുന്ന ഹോളാണ്. പണ്ട് ഇതൊരു മെസ് ഹോളായിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ സൈഡിൽ മെസ് ഹോളുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു വലിയ ഹോളാണ് ഇത്. ഹോളൊക്കെ സെറ്റാണ്, അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ ടെൻഷൻ വരുന്നത് ഡാൻസ് കളിക്കുമ്പോഴുള്ള അവസ്ഥയെ പറ്റിയാണ്. നമ്മൾ ആ കൂടെ 6 പേരും ഇത്രയും വലിയൊരു സ്റ്റേജും. എന്തായാലും നമുക്ക് ഫെയർവെൽ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വലിയ സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. പക്ഷേ ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇനി നേരെ വീട്ടിൽ പോവാം. സീതാലക്ഷ്മിയുടെ വീട് ഇവിടെ തൊട്ടപ്പുറത്താണ്. ബാക്കിയുള്ളവരെല്ലാം ഹോസ്റ്റലാണ്. ഞാൻ ഡേ സ്കോളറാണ്. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി ഇരുന്നിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പതിയെ ഹരിപ്പാടിനോടടുക്കും. ഹരിപ്പാട് കാണുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം അവിടുന്ന് പിന്നെ ഒരു 10 മിനിറ്റുള്ളൂ എൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ പിന്നെ ഏതാണ്ട് ഒരു 6:10-15 ഞാൻ വീട്ടിലെത്തും. നല്ല വിശന്ന് തളർന്ന് വീട്ടിൽ വരുമ്പം നല്ല റൈസിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ മണം വന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഞാൻ ഓടിപ്പോയി മേലൊക്കെ കഴിയിട്ട് ഈ റൈസും ചിക്കനും കൂടെ കഴിച്ചു. അപ്പം തന്നെ ഒരു പ്രത്യേക സമാധാനം. പിന്നെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അൺപാക്ക് ചെയ്തു. അതിനുശേഷം പൈനാപ്പിളും കൂടെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിച്ചു.